നമസ്കാരം, ജി ട്രെൻഡ്സ് ആൻഡ് വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ മകൻ ഗാഗുലിൻ്റെ ആദ്യ കുമ്പസാരവും ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെയും വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഗാഗുൽ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ആദ്യമായി ഈശോയെ നാവിൽ സ്വീകരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. ഒരുപാട് നാൾ ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു സുദിനം ഇന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഏതായാലും ഗാഗുലിൻ്റെ ആദ്യ കുർബാന സ്വീകരണ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതുകൊണ്ട് തന്നെ അവൻ അത് രാവിലെ തന്നെ ഉണർന്നിരുന്നു. അവൻ്റേതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അവൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. പുതിയ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ ഉടുപ്പിച്ചു. ഈശോയെ സ്വീകരിക്കുവാനായി അവനെ സെറ്റിയിൽ കൊണ്ട് ഇരുത്തിയപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ ജൂഡ്സൺ ചേട്ടൻ വന്നു. ജൂഡ്സൺ ചേട്ടനായിട്ടുള്ള ജോലികളിലേക്ക് പ്രവേശിച്ചു. ഒപ്പം എൻ്റെ ചില ക്യാമറ പരിപാടികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വളരെ സന്തോഷത്തിലായിരുന്നു ഗാഗുലിനെ ഇത്രയും സന്തോഷത്തോടെ കണ്ട ദിവസം വേറെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഗോഡ് പാരൻസ് വന്നിരുന്നു. അവർ വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി. കാരണം ഈശോയെ ആദ്യമായി അവൻ നാവിൽ സ്വീകരിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ അപ്പച്ചനമ്മച്ചിയും നിമിഷയുടെ അപ്പച്ചനമ്മച്ചിയും ചേട്ടനും മക്കളും എല്ലാവരും കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാഗുലും വളരെ സന്തോഷത്തിലായിരുന്നു. ഒരുപാട് നേരം അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കും അവൻ സ്തുതി കൊടുത്തു. ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പള്ളിയിലേക്കുള്ള യാത്രയിലാണല്ലോ. സാവകാശം നമ്മൾ പള്ളിയിലേക്ക് എത്തി. പള്ളി അങ്കണത്തിൽ ചെന്നതിന് ശേഷം ഫോട്ടോഗ്രാഫറോട് ഗാഗുൽ വളരെ ഭംഗിയായിട്ട് തന്നെ സഹകരിച്ചു. കാരണം ഫോട്ടോഗ്രാഫർ പറയുന്ന ഓരോ പോസ്റ്റിലും അവൻ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗാഗുൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ ഒരു സന്തോഷം ഗാഗുലിൻ്റെ മാത്രമല്ല കേട്ടോ, ഗാഗുലിൻ്റെ അനിയൻ അബിഗേൽ ജീസസിൻ്റെ പ്രവൃത്തിയിലുണ്ടായിരുന്നു. കാരണം അവൻ വളരെ സന്തോഷം വരുമ്പോൾ അവൻ ഡാൻസ് കളിച്ചിട്ടാണ് അവൻ്റെ സന്തോഷം തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾ രാവിലെ 8 മണിക്ക് തന്നെ പള്ളിയിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃത്യസമയം പാലിച്ച് തന്നെയാണ് നമ്മൾ അവിടെ എത്തിയത്. ഏകദേശം കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കുട്ടികളെല്ലാവരെയും ഒരുമിച്ചിരുത്തുവാനും അവരെ ഒരുക്കുവാനും വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുട്ടികളും അവരുടെ മാതാപിതാക്കളും പുരോഹിതന്മാരും അങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ നിന്നും പള്ളിയിലേക്കുള്ള യാത്ര. വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഗാഗുൽ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കുന്ന ഒരു രംഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗാഗുൽ ആദ്യമായി ഈശോയെ നാവിൽ സ്വീകരിച്ചു. കണ്ണ് നിറഞ്ഞു കേട്ടോ. കാരണം ഒരുപാട് നാളായി കാത്തിരിക്കുകയല്ലേ. അതിൻ്റെയായിട്ടുള്ള സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്. പിന്നീട് പള്ളിയുടെ വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. കാരണം ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഗസ്റ്റുകൾക്കുള്ള ഭക്ഷണമെല്ലാം കരുതിയത് തൊട്ടടുത്തുള്ള ഹോളിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 12:15 കൂടി തന്നെ ഞങ്ങൾ ഹോളിലേക്ക് എത്തിയിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ ഗസ്റ്റുകളും വന്ന് അവന് സമ്മാനങ്ങൾ കൊടുത്തിട്ടോ. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഒരുപാട് ടോയ്സ് അവന് കിട്ടി. അവൻ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയായിരുന്നു.
അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം. ഞങ്ങൾ നൽകിയ ദൈവത്തിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കാരണം രാഹുൽ ആദ്യമായി ഈശോയെ നാവിൽ സ്വീകരിച്ചതിൻ്റെ സന്തോഷം ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം നിങ്ങളും ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സിൻ്റെ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ. ഗുഡ് ബൈ.